എന്ത് പറ്റി? എന്താ പ്രോബ്ലം? സ്റ്റെല്ല രാത്രി മുഴുവൻ കരയുമായിരുന്നു ഡോക്ടർ. എങ്ങനെ കരഞ്ഞു? ബൗ ബൗ എന്ന് കരഞ്ഞോ? ഇങ്ങനെ തന്നെയാ കരഞ്ഞത്. ഇങ്ങനെയാണോ കരഞ്ഞേ? ഇത് കന്നിമാസത്തിലെ സൗണ്ട്. ആഹാ, ഇതിന്റെ അമ്മ, അച്ഛൻ, അമ്മൂമ്മ, അപ്പൂപ്പൻ, വല്യമ്മൂമ്മ, വല്യപ്പൂപ്പൻ എല്ലാരും കന്നി ക്ലബ് മെമ്പേഴ്സ്. സ്റ്റെല്ല, നീ ഒരു എ ക്ലാസ് നായ. അതുകൊണ്ട് ഇനി മുതൽ എ ക്ലാസ് നായയുടെ കൂടെ മാത്രം ഡേറ്റിംഗ് ചെയ്യണം. ഓക്കെ? ഓക്കെ സർ. നിനക്കല്ല. അയ്യോ, കണ്ണാടി എവിടെ വെച്ചു? ഇന്നലെ രാത്രി ബെഡ്റൂമിൽ തലയിണയുടെ അടിയിൽ വെച്ചിരുന്നു. കണ്ടുപിടിച്ചു. സ്റ്റെല്ലയുടെ വുഡ്ബിയുടെ പേര് ജീവ. ജീവയുടെ ഓണറുടെ പേര് മാത്തപ്പൻ. മദ്രാസില് മാത്തപ്പന്റെ അടുത്തും നിങ്ങളുടെ അടുത്തും മാത്രമേ ഇതുപോലെ ഹൈബ്രിഡ് ഡോഗ് ഉള്ളൂ. ഈ ജീവയുണ്ടല്ലോ, അവൻ വളരെ ഫെറോഷ്യസാ. സൂക്ഷിച്ചും കണ്ടും പെരുമാറണം. ഇല്ലെങ്കിൽ ചിലപ്പോ കടി കിട്ടും. കേട്ടോ? എന്നാ അഡ്രസ് പിടി, കൂട്ടിക്കൊണ്ടുപോ. കാരി ഓൺ. ഇനി പറ, നായയുടെ പേര്, ഓണറുടെ പേര് മാത്തപ്പൻ. അത് തന്നെ. വിട്ടോ. വിട്ടോ. അയ്യോ ഡോക്ടർ, ഡോഗിന്റെ പേരാ മാത്തപ്പൻ, ഓണറുടെ പേരാ ജീവ. വിവരമുണ്ടോ? ആരെങ്കിലും ഇങ്ങനെയുള്ള ഹൈബ്രിഡ് ഡോഗിന് മാത്തപ്പൻ എന്ന് പേരിടുവോ? ജീവ. വന്നു. പങ്കു, മൈ ഡിയർ ഷേർ, ഈ അഡ്രസ്സിലേക്ക് പോണേ. ഇതിനെ പിടിക്കാൻ പുറകിലത്തെ അഡ്രസ് ചോദിക്കുന്നേ. സ്വപ്ന, നിനക്ക് ശരിക്കും അഡ്രസ് എവിടെ അറിയില്ലേ? അറിയില്ല പങ്കു, ലണ്ടന്റെ മുക്കം പോലെ അറിയാം, ഇവിടെ അറിയില്ല. പങ്കു, എന്റെ ടൈം ശരിയായടാ. ഒരുപാട് ദൂരെയാ സ്വപ്ന. എന്തായാലും ഒരുപാട് പെട്രോൾ ചെലവാകും. ഒരു 500 രൂപ അഡ്വാൻസ്. പറ്റില്ല. എന്താ? ഞാനൊരു 1000 രൂപ തരും. സ്വപ്ന, LIC ഓർമ്മയുണ്ടോ? ഇത് റിപ്പൺ ബിൽഡിംഗ്, സെൻട്രൽ സ്റ്റേഷൻ, എക്മോർ. പറഞ്ഞ സ്ഥലം എത്തിപ്പോയി. വാ, ഇറങ്ങ. പറയൂ കുട്ടി, എന്ത് വേണം? മാഡം, ഞാൻ ജീവയെ കാണാൻ വന്നത്. എന്തിനാ അവനെ കാണുന്നേ? അത് ഞാൻ മാത്തപ്പനോട് പറഞ്ഞോളാം. മാത്തപ്പന്റെ ഭാഷ നിനക്കറിയാവോ? ഹായ്. പറയൂ, ഡ്രൈവിംഗ് പഠിക്കാനാണോ വന്നത്? നോ, എനിക്ക് ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ട്. ഞാൻ ഇതിനു വേണ്ടിയാ വന്നേ. ഹലോ, പേരെന്താ? സ്റ്റെല്ല. ഞാൻ ഇതിന്റെ പേരാ ചോദിച്ചത്. സ്വപ്ന. സ്വപ്ന, നൈസ് നെയിം. ഇല്ലടാ, സൂപ്പറാണ്. ആട്ടെ, എന്തിനാ വന്നേ? എന്തിനാന്ന് വെച്ചാ അതിപ്പോ എന്തിനാന്നാ? എന്തിന്? അതിന് തന്നെ. അതിനെന്ന് വെച്ചാ ഈ ട്യൂബ് ലൈറ്റ് ശരിക്കും കത്തില്ലേ? സ്വിച്ച് ഇട്ടല്ലേ കത്തു. ആ സ്വിച്ച് ഇടടാ. ഇത് ട്യൂബ് ലൈറ്റിന്റെ അമ്മയാ. എന്തിനാ വന്നേ? മറ്റേതിനാ. എന്താ ഈ പറയുന്നേ? സ്ഥലം നോക്കാതെ വിവരക്കേട് പറയുന്നോ? ഒന്നുകളെ ഞാൻ. ഹലോ, എന്താ? ഡേറ്റിംഗ്. സ്റ്റെല്ല ജീവയുമായി മീറ്റിംഗ് ചെയ്യണം. അയ്യോ, പെണ്ണുങ്ങൾക്ക് പറയാൻ കൊള്ളാമോ ഇതൊക്കെ? അതും അമ്മയുടെ മുമ്പിൽ വെച്ച്. അമ്മ, അവള് പറഞ്ഞതൊക്കെ അമ്മ കേട്ടില്ലേ? വേഗം വീട്ടിലേക്ക് പോ. വേഗം പോ. അവസാനമായി ചോദിക്കാ, നീ വരുന്നോ ഇല്ലയോ? എന്താ സ്റ്റെല്ല അനാവശ്യം പറഞ്ഞോണ്ടിരിക്കുന്നേ? ഇറ്റ്സ് ടു മച്ച്. എന്റെ പേര് സ്റ്റെല്ല എന്നല്ല, ഇതാ സ്റ്റെല്ല. എന്റെ പേര് മാത്തപ്പൻ എന്നല്ല, ഇവന്റെ പേരാ മാത്തപ്പൻ. ഞാൻ ജീവ. സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആട്ടെ, ഡേറ്റിംഗ് എന്ന് പറഞ്ഞില്ലേ? മാത്തപ്പന് സ്റ്റെല്ലയ്ക്ക് വേണോ അല്ലെങ്കിൽ? നോക്ക് അമ്മയോടൊന്ന് തിരിഞ്ഞേ. ഫോക്കസ് ചെയ്ത് നോക്കുമ്പോ നീ പഴനിക്ക് പാൽക്കാവടി എടുത്താലും ഒരടി മുമ്പോട്ട് നീങ്ങത്തില്ല. എന്ത് വിലയാണപ്പോ? ഏയ്, എന്താടാ നീ നോക്കണ്ട, ഒന്നും നടക്കില്ലടാ. അതേ, സെയിം പ്രോബ്ലം സെയിം പ്ലേസിൽ നടക്കുന്ന എന്താന്നൊരു പിടിങ്. എന്താ പ്രോബ്ലം? ഒന്ന് പോടാ. ജീവ, എല്ലാം അറിയാവുന്ന എനിക്ക് ഇതൊന്നും മാത്രം മനസ്സിലാക്കുന്നില്ല. സ്റ്റാർട്ട് ആകുന്നുണ്ട്, ഗീർ വീഴുന്നുണ്ട്, പക്ഷെ വണ്ടി മാത്രം മൂവ് ആകുന്നില്ല. കണ്ണാടിയൊക്കെ കറക്റ്റ് ആയിട്ടായിരിക്കും. നീ അന്ന് പറഞ്ഞ പോലെ എല്ലാം പെർഫെക്റ്റാ. എന്താ ജീവ, നീ തന്നെ ആലോചിക്ക്. അന്ന് എന്റെ വണ്ടിയുടെ കണ്ണാടി തിരിച്ചു വെച്ചിട്ട് ഓടിക്കാൻ പറഞ്ഞപ്പോ അതിനൊരു ലോജിക് ഉണ്ടായിരുന്നു. വേറെ വണ്ടിയുടെ കണ്ണാടി തിരിച്ചു വെച്ചാൽ എന്റെ വണ്ടി എങ്ങനെ ഓടുന്നേ? അല്ലടാ, എന്തുവാടേ പറയുന്നത്? എന്റെ വണ്ടി എങ്ങനെ ഓടുന്ന പറയുന്നേ? ഇവനെന്തോ ഭ്രാന്ത് പിടിച്ചോ? എന്താടാ ജീവ, നീ പറഞ്ഞതുകൊണ്ട് മാത്രം സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ടായി.
ഗീര് വിട്ടു. പോയില്ല ജീവ. ഓ അവിടെ ഒരു ക്ഷേത്രം ഉണ്ട് നിങ്ങൾക്ക് സാർ. വേണ്ടിയാണ് ഞാൻ ആ സൈഡിലാണ് കാത്തിരുന്നത്. നാഷണൽ ഹൈവേ. നിങ്ങളെ കണ്ടപ്പെടാ സാറിന് എനിക്ക് സമാധാനമായത്. വില്ലന്മാരും തിയേറ്റർ വില്ലൻ. മാർക്കറ്റും നിങ്ങൾ അവിടാണ് സാർ. സമർത്ഥനായ വില്ലനാണ്. നമ്മുടെ സ്ഥലം ഭ്രാന്തൻ ഇതാണ്. സത്യം പറയുന്നത് ഇപ്പോഴാടാ കേൾക്കുന്നത്. ഏയ് 500 രൂപയുള്ളൂടാ. ബാങ്ക് കൊടുത്താടാ. മറന്നു പോകരുത്. കുഴിയെടുത്തവൻ ഒരു കില്ലാടിയാണെന്ന് തോന്നുന്നു. എടാ ഭൂമി കിട്ടിയതല്ലേ ഉള്ളൂ. ഉടനെ പൂജ നടത്തുവാണോ? എടാ ആരുടെ അടുത്ത് ആരുടെ പൂജ ചെയ്യുന്നേ? മാറാ. എന്നെ അകത്തേക്ക് വിടറാ. ആരെയാണ് കുഴിയിട്ട് കൊല്ലാൻ പോണേ? അവനെ അങ്ങനെ തന്നെ ഇട്ട് മൂടാൻ പോവുക. എന്നെ അകത്ത് വിടറാ. എന്താണ് അവിടുന്ന് മൂടാൻ പോണേ? എന്നെ വിടറാ. ധൈര്യമില്ലടാ എന്നെ ഉള്ളിൽ വിടാൻ. വിടറാ. മണികണ്ട 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 നിനക്ക് ഇരട്ട കുട്ടികൾ പറഞ്ഞു കേട്ടോടാ. ചേട്ടാ നല്ല വാർത്ത കേട്ടതല്ലേ? ഈ സമയത്ത് രക്തം ഒഴുക്കണ്ട ചേട്ടാ. എനിക്ക് കുട്ടികൾ ജനിച്ച നേരമാ. അപ്പോ നീ ഇങ്ങോട്ട് വരില്ല എന്ന് എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ പിള്ളേരും വളർന്നു വരുന്നു. അവിടെ ഇതൊക്കെ അറിയാൻ തുടങ്ങി. അതാണ് എന്റെ ചിരിമായി മുമ്പ് പൊയ്ക്കോ. ഓ സാർ, ഡ്രൈവിംഗ് സ്കൂളിലെ മാഡം വന്നിരിക്കുന്നു. അല്പം ദയവ് തോന്നി എന്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കണം. എടാ, എനിക്ക് മുമ്പ് നീ കഴിക്ക. എന്റെ സാർ അങ്ങനെയാ. ആദ്യം തൊഴിലാളി കഴിക്കുന്നതാ സാറിന് ഇഷ്ടം. എന്താ നോക്കുന്നേ? ഒരുപക്ഷെ നീ ആഹാരത്തിൽ വിഷം ചേർത്താലോ? ഇങ്ങനെ തന്നെയാണ് ഒരിക്കൽ വേണു വേണമെന്ന് പറഞ്ഞവൻ എനിക്ക് വേണ്ടി കഴിച്ചു മരിച്ചത്. വെള്ളം കുടിക്കടാ. ഇക്കിൾ വന്നാണോ വിഷം ചെന്നാണോ ചത്തതെന്ന് തിരിച്ചറിയണ്ടേ? എന്റെ സാർ അങ്ങനെയാ മാം. ആദ്യം തൊഴിലാളി തന്നെ ചാകണമെന്നാ. എവിടുന്ന ഇത്രയും പണം? ഇത്രയും പൈസ എവിടെ നിന്ന് കിട്ടിയെന്നാണോ? ഏത് ജോലിക്ക് പോയാലും കുറുക്കോടി ഇതൊരു പ്രശ്നമാക്കരുത്, മനസ്സിലായോ? പോലീസ് ഇൻഫോമറായി മാറി അവനെ പറ്റി എല്ലാ വിവരവും കൊടുത്തു, പ്രതിഫലവും കിട്ടി. സർക്കാരിന്റെ പൈസ അതായത്. ആഹാ,
അത് ശരി, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ഒരു കുറുക്ക് വഴി ആവശ്യമാണ്. അണ്ണൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വരുന്നാ? മനോഹർ വിവരം അറിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ പോയിട്ട് വരാം. അയ്യോ, ഇവരെന്തിനാ? കുട്ടി കൊണ്ട് പോയാൽ വേഗം വിടും. നീ പേടിക്കണ്ട, ഞാൻ പോയിട്ട് വേഗം വരാം. അയാളൊരു പാമ്പിനെ പോലെ പാല് കൊടുക്കുന്നതായിക്ക് ഒരിക്കലും കൊത്തില്ല. മാപ്പ് പറഞ്ഞിട്ട് വേഗം പോരാ. തെറ്റുപറ്റിപ്പോയി ചേട്ടാ, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അറിയാതെ പറ്റിയതാ ചേട്ടാ. ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല. കുട്ടിയെ കൊണ്ട് ഞാൻ വന്നത്, എവിടേക്കെങ്കിലും പോയിക്കോളാം ചേട്ടാ. എന്നെ ഒന്നും ചെയ്യില്ല ചേട്ടാ. ചേട്ടാ എന്നെ ചേട്ടാ. പോ, എന്റെ ചിരിമായി മുമ്പ് പൊയ്ക്കോ. പോടാ. ഭൂലൻദേവി എന്നൊരു MP ഉണ്ടായിരുന്നു. അവർ കൊള്ളക്കാരിയായിരുന്നപ്പോൾ ഒരു കുടുംബത്തെ മുഴുവൻ കൊന്നതിൽ നിന്നും രക്ഷപ്പെട്ടു ഒരു കൊച്ചു പയ്യൻ. അവൻ പ്രതികാരവുമായി നടന്ന് 20 വർഷം കഴിഞ്ഞ് അവരെ കൊന്നു. അതുപോലെ കൊലപാതകം കണ്ട നിങ്ങളുടെ മകനെ തേടി ലോകം മുഴുവനും ഞാൻ അലഞ്ഞു. നീ ആ ഇരട്ടക്കുട്ടികളുമായി രക്ഷപ്പെട്ടു. അതിനുശേഷം ഇപ്പോഴാണ് നിന്നെ ഞാൻ കാണുന്നത്. സാധാരണ എന്നെ കാണുമ്പോഴാണ് എല്ലാവർക്കും നെഞ്ചിടിക്കുന്നത്. ഇപ്പോൾ നിന്നെ കാണുമ്പോൾ എനിക്ക് നെഞ്ചിടിക്കുന്നു. എവിടെ നിന്റെ ഇരട്ടക്കുട്ടികൾ? ചേട്ടാ, അത് പറയാനാ നിങ്ങളെ വിളിച്ച്. ഒരുത്തനെ അപ്പോഴേ ദത്ത് കൊടുത്തു. കണ്ടവനെയാ? അതെ. അവനിപ്പോ എവിടെയുണ്ട്? അറിയില്ല, എന്നാ ഉറപ്പായും വിദേശത്തെവിടെയോ ഉണ്ട്. ലോർഡ് ഓഫ് ദ റിംഗ്സ് പടം കാണാൻ പോവാമേ. ഡയറക്ഷൻ അവാർഡ് കിട്ടിയ പടാ. അതെ അതെ, അതിപ്പോ നമ്മുടെ ജോയ് തിയേറ്ററിൽ ഓടുന്നത്. അല്ല, സത്യം കോംപ്ലക്സിൽ. മായാ മോഹിനി. ആരാമേത്? ഇത് നിന്റെ മോനാണോ? നമസ്കാരം മോനെ. എൻ്റെ പേര് മനോഹർ, ഇൻഡസ്ട്രിയലിസ്റ്റ്. നിന്റെ അച്ഛൻ ഒരു കാലത്ത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നു. നിന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അറിയാം. പറയേ. സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്ന്. എന്താമ്മേ, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? ജീവ, നിനക്ക് സിനിമയ്ക്ക് ടൈമായില്ലേ? പോയിക്കോ. അമ്മേ വരട്ടെ. അമ്മേ പോട്ടെ സാറേ. ദിവസവും പത്രത്തിൽ കൊലപാതക വാർത്ത വരും. അവരുടെയൊക്കെ വീട്ടുകാര് പ്രതികാരത്തിന് പുറപ്പെട്ട എന്താകും? വേണ്ടത് അങ്ങനെയല്ലല്ലോ. ഒതുങ്ങി തനി ഒരു പ്രശ്നത്തിനും പോകാതെ ജീവയെ വളർത്തിയില്ലേ, അതാണ് വേണ്ടത്. അച്ഛൻ എന്തിനു മരിച്ചു, എങ്ങനെ മരിച്ചു എന്നറിയിക്കാതെ അവനെ വളർത്തിയത്. അങ്ങനെ തന്നെയാ വേണ്ടത്. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ മനസ്സോടെ തന്നെയാ കഴിച്ചത്. ഇനി നീ എല്ലാം മറന്നേക്ക്.